കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്താണ് അൽബർക്ക എന്ന പേരിൽ പലിശരഹിത ധനകാര്യ സ്ഥാപനത്തിന് രൂപം നൽകിയത്. ഇസ്ലാമിക് ബാങ്കിംഗ് രീതിയിലായിരുന്നു പ്രവർത്തനം. റിസർവ് ബാങ്കിന്റെ ചട്ടങ്ങൾ അനുവദിക്കാത്തതിനാൽ ബാങ്കിംഗിന്റെ ധനകാര്യ സ്ഥാപനമായാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ചേരമാൻ ഫിനാൻഷ്യൽ സർവീസ് എന്ന പേര് മാറ്റിയതല്ലാതെ മറ്റ് പ്രവർത്തനങ്ങളൊന്നും UDF സർക്കാർ നടത്തിയിരുന്നില്ല. എന്നാൽ സംരംഭം വിപുലീകരിക്കുമെന്ന് ഇന്ന് ബജറ്റ് അവതരിപ്പിക്കവേ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. KSTP നവീകരണം ഏറ്റെടുത്തായിരിക്കും തുടക്കം. 250 കോടി രൂപയുടെ മുതൽ മുടക്കിൽ GMP നിലവാരം അനുസരിച്ചുള്ള ഒരു സമ്പൂർണ്ണ ആധുനിക ഫാക്ടറി സ്ഥാപിക്കുന്നതിനാണ് പരിപാടി. ഇതിനുതകുന്ന രീതിയിൽ ചേരമാൻ ഫിനാൻഷ്യൽ സർവീസസ് ഓഹരി ഉടമസ്ഥ വിപുലീകരിക്കും. നവീകരിച്ച കമ്പനി നിർമ്മിച്ച് വ്യവസായ വകുപ്പിന് ലീസിന് കൈമാറും. ഈ ലീസ് വരുമാനത്തിൽ നിന്ന് കമ്പനി ഓഹരി ഉടമസ്ഥർക്ക് ലാഭവിഹിതം നൽകുന്നു. പരീക്ഷണം വിജയിക്കുകയാണെങ്കിൽ കൂടുതൽ വൻകിട പദ്ധതികൾ ചേരമാൻ ഫിനാൻഷ്യൽ സർവീസിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കും. ബാങ്ക് വിപുലീകരിക്കുന്നതിന് റിസർവ് ബാങ്ക് ഉയർത്തുന്ന തടസ്സങ്ങളെയും മന്ത്രി വിമർശിച്ചു. റിസർവ് ബാങ്ക് ഇപ്പോഴും വിഭവ സമാഹരണത്തിന് ഓഹരി അല്ലാതെ ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ അനുവാദം നൽകിയിട്ടില്ല. ഈ നിലപാട് വളരെ യുക്തിരഹിതമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ധനകാര്യമന്ത്രിയുടെ നടപടി പലിശരഹിത സാമ്പത്തിക രീതി അനുകൂലിക്കുന്നവരിൽ പ്രതീക്ഷ വളർത്തിയിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.